ഹേഡി ഭാഗം 5. കൂടെയും കയ്യിൽ തൂക്കി അവൾ മലമുകളിലേക്കുള്ള യാത്ര തുടർന്നു. അപ്പൂപ്പനെ കണ്ടതോടെ അവൾ സന്തോഷത്താൽ മതിമറന്ന് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് ആ കഴുത്തിൽ കൈകൾ ചുറ്റി. പക്ഷേ അപ്പുപ്പ അപ്പുപ്പ എന്ന് ആവർത്തിക്കാനല്ലാതെ മറ്റൊന്നും പറയാൻ അവൾക്കായില്ല. കിഴവനും ഒന്നും പറഞ്ഞില്ല. വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി അയാളുടെ കണ്ണ് നിറഞ്ഞു. അയാൾ അവളുടെ കൈകൾ പിടിച്ചു. ഇരുവരും വീട്ടിലേക്ക് നടന്നു. ശനിയാഴ്ച രാവിലെ വീടിനകത്തും പുറത്തും ഉള്ളതെല്ലാം അപ്പൂപ്പൻ വൃത്തിയാക്കി. ഉച്ച കഴിഞ്ഞ് അവർ രണ്ടും പീറ്ററിൻ്റെ വീട്ടിലേക്ക് പോയി. തൻ്റെ കയ്യിലുള്ള പണം കൊണ്ട് അമ്മുമ്മയ്ക്ക് ബ്രെഡ് റോൾ വാങ്ങണമെന്ന് ഹെയ്ഡി തീരുമാനിച്ചു. അപ്പൂപ്പൻ അതിന് അനുമതി നൽകി. അപ്പൂപ്പൻ അന്ന് രാത്രി താൻ ചെയ്ത തെറ്റുകളെ ഓർത്ത് അനുതപിച്ചു. അതെല്ലാം ക്ഷമിക്കണമേ എന്ന് അയാൾ പ്രാർത്ഥിക്കുകയും ചെയ്തു. പിറ്റേന്ന് പ്രഭാതത്തിൽ ഒരത്ഭുതം ഹെയ്ഡിയെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. പള്ളിയിൽ പോകാനൊരുങ്ങാൻ അപ്പൂപ്പൻ അവളോട് പറഞ്ഞു. സഭയിലുണ്ടായിരുന്ന ഓരോരുത്തരും അടുത്തിരുന്ന ആളോട് മന്ത്രിച്ചു. ദാ ഇത് കണ്ടോ, ആൽപ്പമാവൻ പള്ളിയിൽ വന്നിരിക്കുന്നു. ആ വൃദ്ധനിൽ ഉണ്ടായ മാറ്റത്തെക്കുറിച്ചറിയാൻ എല്ലാവരും ആഗ്രഹിച്ചു. അതുകൊണ്ട് അവരെല്ലാവരും ആൽപ്പമാവനോട് അടുപ്പം കാട്ടിത്തുടങ്ങി. മടക്കയാത്രയിൽ അയാളുടെ മുഖത്ത് ഒരു തിളക്കം പ്രകടമായി. അത് ഹൃദയത്തിൽ നിറഞ്ഞു കവിഞ്ഞ വെളിച്ചം പ്രതിഫലിച്ചതാവുമോ എന്തോ. പോകുന്ന വഴിയിൽ ഇടയ്ക്കവർ പീറ്ററിൻ്റെ വീട്ടിലും ഒന്ന് കയറി. ആ സമയത്ത് ഹെയ്ഡിക്കൊരു കത്ത് കിട്ടി. ക്ലാരയും അവളുടെ അമ്മുമ്മയും കുറച്ച് ദിവസം അവിടെ താമസിക്കാനായി വരുന്നുണ്ട് പോലും. സന്തോഷം കൊണ്ട് ഹെയ്ഡിക്ക് കണ്ണ് കാണാതായി. ഇതിനിടയിൽ ക്ലാരയുടെ ആരോഗ്യം തകരാറിലായി. ഡോക്ടർ അവൾക്ക് പൂർണ്ണ വിശ്രമമാണ് വിധിച്ചത്. മലമ്പ്രദേശത്തേക്കുള്ള തൻ്റെ യാത്രയെ സ്വപ്നം കണ്ടിരിക്കുകയായിരുന്നു ക്ലാര. ആ യാത്ര അവൾക്ക് എത്രമാത്രം ഗുണം ചെയ്യുമെന്ന് ഡോക്ടർക്ക് നന്നായി അറിയാമായിരുന്നു. എങ്കിലും അത്രയും നീണ്ട ഒരു യാത്ര നടത്താൻ അവളുടെ ആരോഗ്യം അനുവദിക്കുകയില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. തീർച്ചയായും ഡോക്ടർ മലയിലേക്ക് പോയി ഹെയ്ഡിയെ കാണണമെന്ന് മിസ്റ്റർ സെസ്മാൻ അഭിപ്രായപ്പെട്ടു. ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ മുതൽ എന്നും തൻ്റെ ചെറുകുടിൽ വൃത്തിയാക്കി വയ്ക്കാൻ ഹെയ്ഡി ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് വീടെപ്പോഴും അതിഥികളെ സ്വീകരിക്കാൻ ഒരുങ്ങിത്തന്നെയാണ് കിടന്നത്. അങ്ങനെ ഒരു ദിവസം ഡോക്ടർ അവിടേക്ക് വന്നു. ഹെയ്ഡി ആ വൃദ്ധ സുഹൃത്തിനെ സ്വീകരിക്കാനായി ഓടിച്ചെന്നു. കൈയോട് കൈകോർത്ത് അവൾ തൻ്റെ സുഹൃത്തുമായി മല കയറി. തൻ്റെ കൂട്ടുകാരി ക്ലാര കൊടുത്തയച്ച സാധനങ്ങളെല്ലാം ഹെയ്ഡിക്ക് ഇഷ്ടമായി. ക്ലാരയുടെ ആരോഗ്യത്തിന് മലയിലെ ശുദ്ധവായു നന്നായിരിക്കുമെന്ന് ഡോക്ടർക്ക് മനസ്സിലായി. അദ്ദേഹം അവരോടൊപ്പം ആ മലമ്പ്രദേശത്ത് കുറച്ച് ദിവസം താമസിക്കുകയും ചെയ്തു. സെപ്റ്റംബർ മാസം ഏതാണ്ട് അവസാനിച്ചു. ഡോക്ടർക്ക് യാത്ര പറയാനുള്ള ദിനം ആഗതമായി. അദ്ദേഹത്തിന് മനോഹരമായ ആ മലമ്പ്രദേശം വിട്ടുപോകാനേ തോന്നിയില്ല. അദ്ദേഹം പോവുകയാണല്ലോ എന്നോർത്തപ്പോൾ ഹെയ്ഡിക്കും സങ്കടമായി. ഹെയ്ഡിയോട് യാത്ര പറഞ്ഞപ്പോൾ ഡോക്ടറുടെ കണ്ണിൽ അവൾ കണ്ണുനീരിൻ്റെ നനവ് കണ്ടു. അദ്ദേഹം ഇറങ്ങിയപ്പോൾ പെട്ടെന്നാണ് അവൾ പൊട്ടിക്കരഞ്ഞത്. ഡോക്ടർ വീണ്ടും അവളോട് വിട ചൊല്ലി യാത്രയായി. കൈവീശിക്കൊണ്ട് നിൽക്കുന്ന ഹെയ്ഡിയെയും സൂര്യപ്രഭയിൽ കുളിച്ചു നിൽക്കുന്ന മലനിരകളെയും നോക്കിക്കൊണ്ട് യാത്രയാവുമ്പോൾ അദ്ദേഹം സ്വയം മന്ത്രിച്ചു. അവിടെ ആ മലനിരകളിൽ പാർക്കുന്നത് ഏറെ നല്ലതാണ്. ശരീരത്തിനും മനസ്സിനും അത് വളരെ നല്ലതാണ്. ഒരു മനുഷ്യന് എങ്ങനെ സന്തോഷിക്കാൻ കഴിയുമെന്ന് പഠിക്കുകയും ചെയ്യും. ആദ്യത്തെ മഞ്ഞ് വീഴാൻ തുടങ്ങിയപ്പോൾ കുടിൽ അടച്ചുപൂട്ടി ഹെയ്ഡിയോടും ആടുകളോടുമൊപ്പം അപ്പൂപ്പൻ ഡോർഫ്ലിയിലേക്ക് പോയി. പൊട്ടിപ്പൊളിഞ്ഞ ഒരു പഴയ വീട് വാടകയ്ക്കെടുത്തിട്ട് അത് താമസിക്കാൻ കഴിയുന്ന വിധത്തിൽ നന്നാക്കിയെടുത്തു. അയാളും ഹെയ്ഡിയും അധികം കഴിയും മുമ്പേ അങ്ങോട്ടേക്ക് താമസം മാറ്റി. ഡോർഫ്ലിയിൽ വെച്ച് ഹെയ്ഡി എല്ലാ ദിവസവും രാവിലെയും ഉച്ചകഴിഞ്ഞും സ്കൂളിൽ പോയി. എപ്പോഴും ക്ലാസ് മുടക്കി മുങ്ങി നടക്കുന്ന പീറ്ററിനെ പഠിക്കാനായി പ്രേരിപ്പിച്ചു. സ്കൂളിൽ പോകാതെ കുഴിമടിയനായി കഴിയുകയായിരുന്നു അവൻ. ഹെയ്ഡി അവനെ ശകാരിച്ചു. അപ്പൂപ്പൻ അവൾക്ക് ഒത്താശ നിന്നിട്ട് അവനോട് പറഞ്ഞു, നീ ഒരു ആട്ടിടയനാണ്. സ്കൂളിൽ പോകാതിരിക്കുന്നതിന് നീ മറ്റുള്ളവരെക്കാൾ ഇരട്ടി ലജ്ജിക്കേണ്ടതാണ്. നിന്റെ ആടുകളിൽ ഒരെണ്ണം
കൂട്ടം തെറ്റിയാൽ നീ എന്താ ചിന്തിക്കുക? നീ പറയുന്നത് കേൾക്കാതെ ആടുകളിൽ ഒരെണ്ണം സ്വന്തം വഴിക്ക് പോയാൽ നീ എന്തു ചെയ്യും? പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ ഞാൻ അതിന് നല്ല അടി കൊടുക്കും, പീറ്റർ പറഞ്ഞു. നിയന്ത്രിക്കാൻ പറ്റാത്ത ആടിനെ പോലെ ഒരു ബാലൻ പെരുമാറാൻ തുടങ്ങിയാൽ തീർച്ചയായും അവൻ അടി കിട്ടും. അതേപ്പറ്റി നിനക്ക് എന്താണ് പറയാനുള്ളത്? അപ്പൂപ്പൻ ചോദിച്ചു. അവന് കിട്ടേണ്ടത് തന്നെ കിട്ടും, നല്ല ചുട്ട അടി. അതായിരുന്നു അവൻ്റെ ഉത്തരം. അതെ, ഞാൻ പറയുന്നത് കേൾക്കുക. ഈ സമയം നീ സ്കൂളിൽ പോകാതെ മടിയനായിരുന്നാൽ നീ അർഹിക്കുന്നതോ നിനക്കും കിട്ടും. അപ്പൂപ്പൻ തീർത്തു പറഞ്ഞു. അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പീറ്റർ ഉറപ്പു നൽകി. സങ്കീർത്തനങ്ങളിലെ പ്രാർത്ഥനാഗീതങ്ങൾ വായിക്കാൻ ഹെയ്ഡി അവനെ പഠിപ്പിച്ചു. കണ്ണു കാണാത്ത അമ്മുമ്മയ്ക്ക് വായിച്ചു കൊടുക്കാമല്ലോ. അങ്ങനെ ചെയ്യാൻ തന്നാൽ കഴിയും വിധം പരിശ്രമിക്കുമെന്ന് പീറ്റർ വാക്കുകൊടുത്തു. ഏതാണ്ട് 1 മാസത്തിനുള്ളിൽ മിക്കവാറും എല്ലാ പ്രാർത്ഥനാ ഗീതങ്ങളും വായിക്കാൻ പീറ്ററിന് കഴിഞ്ഞു. സ്കൂളിലും പീറ്റർ അഭിവൃദ്ധി കാണിച്ചു തുടങ്ങി. മുമ്പത്തേതിനേക്കാൾ ഗൗരവത്തോടെ അവൻ തൻ്റെ പാഠങ്ങളൊക്കെ പഠിച്ചു തുടങ്ങി. പാസ്റ്റർക്ക് സന്തോഷമായി. ഹെയ്ഡി ഒരത്ഭുതം പ്രവർത്തിച്ചുവെന്ന് അദ്ദേഹം ടീച്ചറിനോട് പറഞ്ഞു. അവൾ അപ്പൂപ്പൻ്റെ പെരുമാറ്റവും ജീവിത രീതിയും വ്യത്യാസപ്പെടുത്തി. ഇപ്പോഴാകട്ടെ തൻ്റെ സഹപാഠികളിലും നല്ല സ്വാധീനം ചെലുത്താൻ അവൾക്ക് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ പീറ്റർ സ്വയം വായിച്ചു തുടങ്ങി. ഹെയ്ഡി അവനോടൊപ്പം ഇരുന്ന് അവന് വേണ്ടുന്ന എല്ലാ പ്രോത്സാഹനങ്ങളും പ്രതീക്ഷയും നൽകിക്കൊണ്ടിരുന്നു. അത് മെയ് മാസമാണ്. സൂര്യൻ നന്നായി പ്രകാശിക്കുന്നു. വിവിധയിനം ദേശാടന പക്ഷികൾ പറന്നെത്തിയിട്ടുണ്ട്. മലനിരകൾ പച്ച പുതച്ചു കഴിഞ്ഞു. അരുവികൾ സർവശക്തിയോടും കൂടെ രൗദ്രഭാവത്തിൽ ഒഴുകുവാൻ തുടങ്ങി. അവസാനത്തെ മഞ്ഞുകട്ടയും അപ്രത്യക്ഷമായി. വസന്തകാല മാരുതൻ ഫിർ മരങ്ങളിലൂടെ ആഹ്ലാദത്തോടെ ചൂളം വിളിച്ചു രസിക്കുന്നുണ്ട്. അല്പദിവസങ്ങൾക്ക് ശേഷം ഹെയ്ഡിക്ക് വീണ്ടും ഒരു കത്ത് കിട്ടി. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു: ക്ലാരയും മുത്തശ്ശിയും അല്പകാലം പാർക്കാനായി വരുന്നുണ്ടെന്ന്. ഹെയ്ഡിയുടെ സന്തോഷത്തിന് അതിരുണ്ടായിരുന്നില്ല. അവളും അവളുടെ അപ്പൂപ്പനും അവരുടെ വരവ് ആഘോഷമാക്കാനുള്ള ഒരുക്കങ്ങളിൽ മുഴുകി. അവസാനം ആ മഹാദിനവും വന്നെത്തി. ക്ലാരയും അവളുടെ മുത്തശ്ശിയും വന്നു ചേർന്നു. ഹെയ്ഡിയും അവളുടെ അപ്പൂപ്പനും അവർക്ക് വലിയൊരു വിരുന്നൊരുക്കിയിരുന്നു. ഉച്ചഭക്ഷണത്തിന് ശേഷം അവർ വർത്തമാനം പറയാനിരുന്നു. അപ്പൂപ്പനും ക്ലാരയുടെ മുത്തശ്ശിയും നല്ല സൗഹൃദത്തിലായി. അങ്ങനെ മലമുകളിലെ ആ ഒറ്റപ്പെട്ട വീട്ടിൽ ചിരിയും സന്തോഷങ്ങളും മറ്റും നിറഞ്ഞു തുളുമ്പി. പെട്ടെന്ന് തന്നെ സന്ധ്യയായി. പോകാൻ സമയമായി എന്ന് മുത്തശ്ശി പറഞ്ഞു. മുത്തശ്ശിക്ക് സമ്മതമാണെങ്കിൽ ക്ലാര കുറച്ചു കാലം ഞങ്ങളോടൊപ്പം പാർക്കട്ടെ എന്ന് അപ്പൂപ്പൻ ചോദിച്ചു. മുത്തശ്ശി അത് സമ്മതിച്ചു. ക്ലാരയ്ക്ക് വേണ്ടി അപ്പൂപ്പൻ ഹെയ്ഡിയുടെ കിടക്കയ്ക്കരികിൽ മറ്റൊരു കിടക്ക തയ്യാറാക്കി.